ഇനി നമുക്ക് ഗോസ് തിയറത്തിൻ്റെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന നിലയിൽ പഠിക്കാനുള്ളത് ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ല് കാരണം അതിൻ്റെ വെളിയിലത്തെ ചില പോയിന്റുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇതാണ് നമുക്ക് ഇനി കണ്ടെത്താനുള്ളത്. അതായത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ, പൊള്ളയായിട്ടുള്ള ഒരു സ്പിയർ, ഫുട്ബോൾ സ്പെറിക്കൽ ഷെല്ലാണ് ഫുട്ബോൾ. അങ്ങനെ അത് യൂണിഫോംലി ചാർജ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ കൊടുത്ത ചാർജ് മുഴുവനും ഫുട്ബോളിൻ്റെ സർഫസിൽ ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ചിത്രം ആലോചിക്കുക. യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ്, അത് കാരണമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇതിന് പകരം ഇത് തന്നെയാണ്, ഇതേ ഡെറിവേഷൻ തന്നെയാണ് ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്പിയർ എന്ന് ചോദിച്ചാലും. ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്പിയർ, ആ സ്പിയർ ഹോളോ ആയാലും ഇത് തന്നെയാണ്, കണ്ടക്റ്റിംഗ് ആണെങ്കിൽ സോളിഡ് ആയാലും, ഹോളോ ഓർ സോളിഡ്, ഇത് തന്നെയാണ് ഡെറിവേഷൻ. പക്ഷേ നമ്മുടെ സിലബസിലെ ഡെറിവേഷൻ ഇതാണ്. ഇത് ഡെറൈവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്പിയർ, ഹോളോ ആയാലും മതി, സോളിഡ് ആയാലും മതി. യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ് നമുക്ക് ഡെറൈവ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെയാണ് അതുമെന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഗോസ് തിയറം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. നമുക്ക് ആ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലൊന്ന് വരയ്ക്കാം. ഇത് നിങ്ങൾക്ക് സർക്കിളായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇത് സ്പിയറാണ്, 3 ഡയമെൻഷനിലാണെന്ന് ഓർത്തോളുക. ഇതാണ് യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഈ ഷെല്ലിൻ്റെ റേഡിയസ് R, ക്യാപിറ്റൽ R ആണ്. കൊടുക്കുന്ന ചാർജ് മുഴുവൻ യൂണിഫോംലി ചാർജാണ്. എവിടെ മാത്രമേ ചാർജ് ഉള്ളൂ? സർഫസിൽ മാത്രം. ഷെല്ലായതുകൊണ്ട് ഷെല്ലിന് സർഫസേ ഉള്ളൂ, അകത്തം പൊള്ളയാണ്. അപ്പോൾ ചാർജ് മുഴുവനും ഈ സർഫസിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുക. ആകെ ഈ ഷെല്ലിന് കൊടുത്തിട്ടുള്ള ചാർജ് ക്യാപിറ്റൽ Q ചാർജാണ് കൊടുത്തിട്ടുള്ളത്. ആ ചാർജാണ് ഫുൾ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ആകെ ഇതിനകത്തുള്ള ചാർജ് ഫുൾ ചാർജ് ക്യാപിറ്റൽ Q സ്പ്രെഡ് ചെയ്ത് കിടക്കുക. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടുന്നത് ഇതിങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കാരണം R ദൂരം അകലെയുള്ളതും സ്മോൾ r ദൂരം അകലെയുള്ളതും സ്പിയറിന് വെളിയിലുള്ളതുമായ ഒരു പോയിന്റ്, ഷെല്ലിൻ്റെ വെളിയിലുള്ള ഒരു പോയിൻ്റാണ് P. ആ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം കഴിഞ്ഞ വട്ടം ചെയ്തതുപോലെ ഗോസ് തിയറം ഉപയോഗിക്കുമ്പം ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യണം. ഇവിടെ വളരെ സിമ്പിളാണ് ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യാൻ. സ്മോൾ r റേഡിയസ് ഉള്ള ഒരു സ്പിയർ ഇതിന് ചുറ്റും അങ്ങ് ഇമാജിൻ ചെയ്താൽ ആ ഇമാജിൻ ചെയ്ത സ്പിയറിൻ്റെ സർഫസിലല്ലേ നമ്മൾ ഈ പറയുന്ന പോയിന്റ് P വരിക. ഈ പറയുന്ന പോയിന്റ് P വരുന്നത് സ്മോൾ r റേഡിയസ് ഉള്ള ഞാൻ ഇമാജിൻ ചെയ്ത, ഇതിന് ചുറ്റും ഇമാജിൻ ചെയ്ത ഒരു സ്പിയർ. ഇതൊരു സ്പിയറാണ്. ഈ സ്പിയറിലാണ് ആര് വരിക? ഇതൊരു സ്പിയറാണ്. ഈ സ്പിയറിൻ്റെ സർഫസിലാണ് നമുക്ക് P കണ്ടുപിടിക്കേണ്ടുന്ന അല്ലെങ്കിൽ E കണ്ടുപിടിക്കേണ്ടുന്ന പോയിന്റ് P വരിക. നമ്മുടെ ചാർജ്ഡ് ആയിട്ടുള്ള സ്പെറിക്കൽ ഷെല്ലിൻ്റെ വെളിയിലുള്ള ഒരു പോയിന്റാണ് P. അത് സെൻറ്ററിൽ നിന്ന് R ദൂരം അകലെയുള്ള പോയിന്റാണ്. ആ പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്തു. ഇതാണ് ഗോസിയൻ സർഫസ്. അതിന് എത്ര റേഡിയസ് ഉണ്ട്? സ്മോൾ r റേഡിയസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടുന്നത് ഈ ഗോസിയൻ സർഫസിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയണം. ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എത്ര? ഇതാണല്ലോ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തത്. ആ ഗോസിയൻ സർഫസിനകത്താണല്ലോ നമ്മുടെ ഷെല്ല് മുഴുവനും. അപ്പോൾ ഷെല്ലിനകത്തുള്ള കംപ്ലീറ്റ് ചാർജിനെയും ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ഈസ് ഈക്വൽ ടു Q ആണ്. കംപ്ലീറ്റ് ചാർജിനെയും എൻക്ലോസ് ചെയ്യുന്നുണ്ട് ഗോസിയൻ സർഫസ്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് കണ്ടുപിടിക്കാൻ പോവാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്, ത്രൂ ദ ഗോസിയൻ സ്പിയർ ആണല്ലോ ഇവിടെ ഉള്ളത്. ത്രൂ ദ ഗോസിയൻ സ്പിയർ ഈക്വൽ ടു ആ ഗോസിയൻ സ്പിയറിലെ ഒരു പോയിന്റ് ആണല്ലോ P. അവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആണല്ലോ കണ്ടുപിടിക്കേണ്ടുന്നത്.
ആ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇവിടെ മുഴുവനും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ എന്ന് പറയുന്നത് വെളിയിലേക്കായിരിക്കും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റിന് ചുറ്റും ഗോസിയൻ സർഫസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് എടുത്തു. ആ ഡി എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് അല്ലേ? എങ്കിൽ ഈ ഫുൾ ഗോസിയൻ സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഈ കുഞ്ഞ് സർഫസിക്കുള്ളത് ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഫുൾ ഗോസിയൻ സർഫസിക്കുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ദാറ്റ് ഇസ് 5 എന്ന് വിളിക്കാം അതിനെ. ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഈ ഇവിടെ ഇ ഡി എസും അങ്ങോട്ടാണ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തിയാൽ ഇവിടുത്തെ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുന്നത് കാരണം ഇവിടുത്തെ ഈ മുകളിലോട്ടാ, ഇവിടുത്തെ ഏരിയ മുകളിലോട്ടാ. ഈ ഡി എസ് നമ്മൾ ആംഗിൾ 0 ആണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് കാരണം ഈ ഇങ്ങോട്ടാ, ഇവിടുത്തെ ഏരിയ ഡി എസും ഇങ്ങോട്ടാ. അപ്പോൾ ഈ ഗോസിയൻ സർഫസിലൂടെ നീളം ഈ ഡി എസും നമ്മൾ ആംഗിൾ 0 ആയതുകൊണ്ട് ഇ ഡോട്ട് ഡി എസിനെ ഇ ഡി എസ് കോസ് 0 എന്ന് എഴുതി. കോസ് 0 1 അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് എന്ന് കിട്ടി. ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഫ്ലക്സ് 5 ഈസ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഡി എസിൻ്റെ ഇ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന പോയിന്റുകളെല്ലാം ചാർജ്ഡ് ഷെല്ലിൽ നിന്ന് ഒരേ ദൂരം അകലെ ആയതുകൊണ്ട് അവിടെ എല്ലാം ഉള്ള ഈ സെയിം ആണ് അളവ്. ആ ഇ പുറത്തെടുക്കാം. ആ ഇ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് പറഞ്ഞാൽ ഈ സ്പെറിക്കൽ സർഫസിൻ്റെ ഡി എസ് ഡി എസ് ഡി എസ് ഡി എസ് എല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ ഈ സ്പെറിക്കൽ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ ഫ്ലക്സും കിട്ടി, ചാർജ് എൻക്ലോസ്ഡും കിട്ടി. ഗോസ് തിയറം എന്തോ പറയുന്നത്? ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നല്ലേ? ടോട്ടൽ ഫ്ലക്സ് എത്ര കണ്ടുപിടിച്ചേ? ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ 1/ε0 ഇൻറ്റു ചാർജ് എത്രയാണ്? എൻക്ലോസ്ഡ് ക്യൂ. ഈ ഇക്വേഷനകത്ത് നിന്ന് ഇ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ അറ്റ് ദിസ് പോയിന്റ്, ഇ അറ്റ് ദിസ് പോയിന്റ് ആണ് ഇ. ഇ ഇസ് ഈക്വൽ ടു 1/4πε0. ഇ അവിടെ ഇട്ടിട്ട് 4π താഴോട്ട് വന്നു ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ആൻ എക്സ്റ്റീരിയർ പോയിന്റ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. വെളിയിലുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ്. നോക്ക്, ഈ സർഫസിലെ ഈ സ്പിയർ ഷെല്ലിന് കൊടുത്ത ചാർജ് മുഴുവനും ഷെല്ലിൻ്റെ സർഫസിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് സ്മോൾ ആർ ദൂരം അകലെയുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ച ഇക്വേഷൻ 1/4πε0 Q/r² എന്നാണ് കിട്ടിയത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഈ ചാർജ് മുഴുവനും ഷെല്ലിലെ ചാർജ് മുഴുവനും ഇതിൻ്റെ സെൻറ്ററിൽ ഈ പോയിന്റിൽ വന്നൊരു പോയിന്റ് ചാർജായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ, ഷെല്ലിലെ ചാർജ് മുഴുവനും കൊണ്ടുവന്ന് ഷെല്ലിൻ്റെ നടുക്കുള്ള ഈ പോയിന്റിൽ ഒരു പോയിന്റ് ചാർജായിട്ട് വെക്കുകയായിരുന്നെങ്കിൽ അതിൽ നിന്ന് 6 ദൂരം അകലെയുള്ള പോയിന്റ് ആണല്ലോ പി. അവിടെ എത്ര ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നേനെ? ക്യൂ ചാർജ് ചെയ്യുന്ന 6 ദൂരം അകലെയുള്ള പോയിന്റിൽ നേരത്തെ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് തന്നെ ആയിരുന്നേനെ. അപ്പം എന്താ മനസ്സിലായേ? ഈ ചാർജ് മുഴുവനും ഷെല്ലിൻ്റെ സർഫസിൽ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടി അത് പുറത്തൊരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടാൽ തോന്നും ഈ ചാർജ് മുഴുവനും സെൻറ്ററിലെ ഈ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ദാറ്റ് ഈസ് ഇത് മുഴുവനും ഇവിടെ ആയിരുന്നെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ 1/4πε0 Q/r². ആക്ച്വലി ഇവിടെ അല്ല, സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഈവൻ ദോ ദ ചാർജ് ഇൻ ദ സ്പെറിക്കൽ ഷെൽ ഈസ് യൂണിഫോംലി സ്പ്രെഡ് ഓവർ ദ സർഫസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ, ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് അറ്റ് ആൻ എക്സ്റ്റീരിയർ പോയിന്റ് ഈസ് സെയിം ആസ് ഇഫ് the whole charge is concentrated at the center. ഇത് മുഴുവനും സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ആണോ ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. ഈവൻ ദോ ദ ഹോൾ ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഓഫ് ദ ഷെൽ, ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് അറ്റ് ആൻ എക്സ്റ്റീരിയർ പോയിന്റ് ഈസ് സെയിം ആസ് ഇഫ് ദ ഹോൾ ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ. അതൊന്ന് ഓർത്തോണം. അപ്പോൾ വെളിയിലത്തെ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായി. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു തവണയും കൂടി, ഞാൻ രണ്ടാമത് പറയാൻ നിൽക്കുന്നില്ല, ഒരു തവണയും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വെളിയിലത്തെ പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആയി. ഇനി നമുക്ക്
നമുക്ക് സർഫസിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് ചെയ്യാം. നോക്കൂ, സർഫസിലെ പോയിന്റിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഈ പറയുന്ന പോയിന്റ് പി അടുത്തേക്ക് ഇത് പി സർഫസിലെ ഒരു പോയിന്റായി മാറുമ്പോൾ ഈ ഇക്വേഷനിലെ സ്മോൾ ആറിൻ്റെ വില കുറഞ്ഞു വന്ന് ഈ ക്യാപിറ്റൽ ആറായി മാറും. ചുരുക്കത്തിൽ ഈ ഇക്വേഷനകത്ത് സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുത്താൽ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. E = 1/4πε0 Q / R². വെളിയിലാണെങ്കിൽ വെളിയിലത്തേക്കുള്ള ദൂരമായ R² കൊടുക്കണം. ഇങ്ങോട്ട് വന്ന് സർഫസിലെത്തുമ്പോഴത്തേന് ആറിൻ്റെ വില കുറഞ്ഞ് ക്യാപിറ്റൽ ആർ ആവും. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ ഈസ് E = 1/4πε0 Q / R². ഇനി നോക്ക്, നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. സ്പെറിക്കൽ ഷെൽ ഇതാണ്, ഉള്ളിലുള്ള ഒരു പോയിന്റാണ് ഇത്. ഗോസ് തിയറം അനുസരിച്ച് എന്തോ ചെയ്യേണ്ടത്? ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടുന്നത് ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യണം. ഇവിടെ സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ചെറിയ സർഫസ് ആണ് ഇമാജിൻ ചെയ്തത്. അത് നമ്മുടെ ഷെല്ലിനുള്ളിലാണ്. ആദ്യം എഴുതാൻ പോകുന്നത് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ആണ്. നമ്മുടെ ഗോസിയൻ സർഫസ് ഇതാണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് 0. ചാർജ് എല്ലാം ഇങ്ങനെ വെളിയിൽ കിടക്കുക. ഗോസിയൻ സർഫസ് ഇതാണ്. ഗോസിയൻ സർഫസിനകത്ത് ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ടേം എത്ര ആയി മാറും? 0 ആയി മാറും. ദാറ്റ് ഈസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ഈ കേസിൽ 0 ആവും. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇതുപോലെ കണ്ടെത്തി എന്ന് വിചാരിച്ചോ നിങ്ങൾ. ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു ചെറിയ ഏരിയ എടുത്തു, ഇവിടെ E ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, DS അങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഇവിടെ ചെയ്തതുപോലെ തന്നെ E.ds ഇതുപോലെ കണ്ടെത്തി എന്ന് വിചാരിക്കുക. ഇവിടം വരെ എത്തി E × 4πr² എത്തും. പക്ഷേ ടോട്ടൽ ഫ്ലക്സ് = 1/ε0 ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞ ഗോസ് തിയറത്തിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ E × 4πr² = 1/ε0 ചാർജ് എൻക്ലോസ്ഡ് എത്ര? ഇവിടെ 0 വരികയും അപ്പോൾ E = 0 ആവുകയും ചെയ്യും. അതായത് ഇഫ് ദ പോയിന്റ് P ഈസ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ, we imagine a Gaussian surface in the shape of a sphere inside the spherical shell. Since the charge enclosed by the Gaussian surface is 0, the electric intensity at that point is found out as 0. So, the electric intensity at any point inside the spherical shell is always equal to 0. അപ്പോൾ നമുക്ക് 3 പോയിന്റിലെയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എത്രയാണ് എന്ന് കണ്ടെത്തിയത് ഒന്ന് എഴുതിയാൽ, സർഫസിൽ വെളിയിലെ എക്സ്റ്റീരിയർ പോയിന്റിൽ E = 1/4πε0 Q / r². സർഫസിൽ E = 1/4πε0 Q / R². ഈ അകത്തെല്ലാ പോയിന്റിലും E = 0 ആണ്. എങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, ഗ്രാഫിലൊന്ന് വരച്ചാൽ, ഇതിവിടെ സ്പെറിക്കൽ ഷെൽ ഇരിക്കുന്നു. ഇതാണ് സ്പെറിക്കൽ ഷെൽ എന്ന് വിചാരിച്ചോ. സ്പെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്റർ ഇതാണ്. ഞാൻ ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ ഈ ആക്സിസിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ആക്സിസിൽ R ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ R എത്ര? R 0. ഇവിടെ എത്തുമ്പോഴത്തേന് സ്പിയറിൻ്റെ സർഫസിലെത്തും. R = R. പിന്നെ അങ്ങോട്ട് വെളിയിലായി. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അകത്ത് എത്ര? 0. എവിടം വരെ 0യാ? 2 സർഫസിൽ എത്തുന്നിടം വരെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈ 0യാണ്. സർഫസിലെത്തുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തും. ഈ വാല്യൂ ആണ് E = 1/4πε0 Q / R² എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക്, ഇതാണെന്നിരിക്കട്ടെ ആ വാല്യൂ, പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് ആ വാല്യൂവിലെത്തും. 2 സർഫസിലും എത്തുമ്പോഴത്തേക്കിന്, സെൻറ്ററിൽ നിന്ന് സർഫസിലെത്തുമ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ മാക്സിമം ആവും. പിന്നെ വെളിയിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കൂടുവാണോ കുറയുവാണോ? ബൈ സ്മോൾ r². അങ്ങോട്ട് പോകുമ്പോൾ R കൂടുക, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കുറയുക. അതാ ഇങ്ങനെ കുറയും. ഇവിടുന്ന് വെളിയിലോട്ട് പോകുമ്പോഴും ഇങ്ങനെ കുറയും. കുറഞ്ഞ് ഈ R ഇൻഫിനിറ്റി ആയാൽ മാത്രമേ ഈ 0 ആവത്തുള്ളൂ. ഇവിടെ ഇൻഫിനിറ്റി കൊടുത്താലേ. അപ്പോൾ ആക്ച്വലി ഇൻറ്റൻസിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ ഒന്ന് മുട്ടുന്നത് ഇൻഫിനിറ്റിയിൽ എത്തിയാലേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി പാരലായിട്ട് അങ്ങോട്ട് വരച്ചിട്ടാൽ മതി. ഇങ്ങനെ പാരലായിട്ട് പോകുന്ന ഈ 2 ലൈനുകൾ എവിടെ പോയി മുട്ടും? ഇൻഫിനിറ്റിയിൽ. ഇതാണ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഓക്കെ,
അടുത്ത നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ അവസാനത്തെയുമായ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റാണ്. അതായത് ഇതുപോലൊരു ഷീറ്റ്, തിൻ ഷീറ്റ്. ഈ ഷീറ്റ് മൊത്തം ചാർജ് ചെയ്തിരിക്കുക പോസിറ്റീവായിട്ട്, യൂണിഫോമായിട്ട്, അകത്തും പുറത്തും സർഫസിലും എല്ലാം ഒരുപോലെ ചാർജ് ചെയ്തിരിക്കുകയാണ് ഈ ഷീറ്റ്. അങ്ങനെയുള്ള ഒരു ഷീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം അതിൽ നിന്ന് 6 ദൂരം അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ഈ ഷീറ്റ് ഇൻഫൈനൈറ്റ് ഷീറ്റാണ്. ഇൻഫൈനൈറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റിൻ്റെ ഇങ്ങോട്ട് പോയാൽ ഇൻഫിനിറ്റി വരെയുണ്ട്, മുകളിലോട്ട് ഇൻഫിനിറ്റി വരെ, അങ്ങനെ ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷനുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആകെ ചാർജ് ചോദിച്ചാൽ ഇൻഫിനിറ്റിയാണ്, ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷനുള്ള ഷീറ്റ്. നമുക്ക് ഈ ഷീറ്റിനെ കുറിച്ച് ആകെ അറിയാവുന്ന ഷീറ്റിൻ്റെ യൂണിറ്റ് ഏരിയ എടുത്താൽ, 1 മീറ്റർ സ്ക്വയർ ഏരിയ കട്ട് ചെയ്തെടുത്താൽ അതിനകത്തുള്ള ചാർജ് സിഗ്മയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയുള്ള ഒരു യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റാണ്. ഇതിൻ്റെ യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട്? സിഗ്മ ചാർജുള്ള ഒരു യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റാണ്. അതിൽ നിന്ന് 6 ദൂരം അകലെയുള്ള ഒരു പോയിന്റ്, 6 ദൂരം അകലെയുള്ള ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ആ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ചിത്രം ഒന്ന് വരച്ചാൽ, ഷീറ്റ് ഇങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഷീറ്റ് ഇങ്ങനെ വരയ്ക്കുന്ന ഷീറ്റ് നിങ്ങൾക്ക് ബോർഡെ കാണാൻ വേണ്ടി അതിൻ്റെ ചിത്രം ദാ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് ഷീറ്റ്, ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള ഷീറ്റാണ്. ഈ ഷീറ്റ് ചാർജ്ഡ് ഷീറ്റാണ്. ഇതാ ഇങ്ങനെയുള്ള യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മയുണ്ട്. ഇതിൽ നിന്നൊരു യൂണിറ്റ് ഏരിയ കട്ട് ചെയ്തെടുത്താൽ, 1 മീറ്റർ സ്ക്വയർ ഏരിയ കട്ട് ചെയ്തെടുത്താൽ അതിനകത്ത് ആകെ ചാർജ് സിഗ്മയാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ചാർജ് ഷീറ്റാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ഷീറ്റിൻ്റെ 6 ദൂരം അകലെയുള്ള ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഗോസ് തിയറം അനുസരിച്ച് നമ്മൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ്, ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസാണ്. ഇതുപോലൊരു സിലിണ്ടറിക്കൽ സർഫസ്. ഈ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ഈ ഏരിയ DS ആണ്. ഇവിടുത്തെ ഏരിയ DS ആണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്, ഇവിടെ അടച്ചിരിക്കുകയാണ്, ഇവിടുത്തെ ഏരിയ DS ആണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഈ 2R ആണ്. 2R ലെങ്ത് ഉള്ള ഈ സിലിണ്ടർ ഇതിനകത്തൂടെ കയറി 6 ദൂരം വെളിയിലേക്കും 6 ദൂരം ഇപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഇത് ഈ സെൻറ്റർ, ഇതിൽ നിന്ന് ഷീറ്റിൽ നിന്ന് 6 ദൂരം അകലെയുള്ള ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് കർവ്ഡ് സർഫസിൽ വരത്തക്കവണ്ണം ഒരു ചെറിയ എലമെൻ്ററി സിലിണ്ടർ, ഇതാണ് പോയിൻ്റ് P. ഇത് ഈ സെൻറ്ററിൽ നിന്ന്, ഈ ഷീറ്റിൽ നിന്ന് എത്ര ദൂരം അകലെയുള്ളതാണ്? 6 ദൂരം അകലെയുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് 2R നീളമുള്ള ഒരു സിലിണ്ടർ, ഇതിനകത്തൂടെ കയറി ഇപ്പുറത്തെത്തി നിൽക്കുന്ന ഒരു സിലിണ്ടർ ഇമാജിൻ ചെയ്യാൻ പോവാണ്. ഇതൊരു സിലിണ്ടർ, ഇതിലേക്കൂടെ പൊത്ത് കയറി ഇപ്പുറത്തൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് സിലിണ്ടർ. മൊത്തം ലെങ്ത് 2R ഉണ്ട്. അപ്പം ഇത് P ദൂരം, 6 ദൂരം അകലെയുള്ള ഒരു പോയിന്റ് P ഇവിടെ ഈ സൈഡിലുണ്ടെങ്കിൽ, അതുപോലെ 6 ദൂരം അകലെയുള്ള ഒരു പോയിന്റ് P ഈ സൈഡിൽ വരും, ഈ ഫ്ലാറ്റ് സർഫസിൽ വരും. ഇങ്ങനെയുള്ള ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യും. ഗോസിയൻ സർഫസ് അറിയാമല്ലോ. ഈ സർഫസ് ഏരിയ എത്ര ഉണ്ട്? DS ഉണ്ട്. അത് ഇതിനകത്തൂടെ കയറി അപ്പുറത്ത് പോയേക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ സർഫസ് ഏരിയ DS ഉണ്ടെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ, ഈ കടന്നുപോയ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഈ ഷീറ്റിൻ്റെ എത്ര ഏരിയ ഇതിൻ്റെ ഉള്ളിൽ കാണും? അണ്ട് ഈ ഏരിയ DS ആയതുകൊണ്ട് ആ DS ഏരിയ, ഈ ഷീറ്റിൻ്റെ DS ഏരിയ ഈ പറയുന്ന സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ ആദ്യം എഴുതി. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ സിഗ്മ DS ആണ്. ഷീറ്റിൻ്റെ യൂണിറ്റ് ഏരിയയിൽ സിഗ്മ ചാർജ് ഉണ്ട്. ഈ സിലിണ്ടറിൻ്റെ ഇത്രയും ഏരിയ, ഷീറ്റിൻ്റെ ഇത്രയും ഏരിയ സിലിണ്ടറിനകത്താണ്, കാണാൻ പറ്റത്തില്ല, ഇതിനകത്തൂടെ കയറി പോയേക്കുക. അപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ് ഷീറ്റിൻ്റെ DS ഏരിയ. അപ്പം സിലിണ്ടറിൻ്റെ ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട്? സിഗ്മ DS ചാർജ് ഉണ്ട്. ഇനി ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി. ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിക്കുന്നു, ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു. ഫ്ലക്സ് ത്രൂ ദ ഹോൾ സിലിണ്ടർ കണ്ടുപിടിക്കാൻ, ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സിലിണ്ടർ കണ്ടുപിടിക്കാൻ, ഈ ഗോസിയൻ സിലിണ്ടർക്ക് എത്ര ഏരിയ ഉണ്ട്? 2 ഫ്ലാറ്റ് സർഫസും ഒരു കർവ്ഡ് സർഫസും. ഫ്ലക്സ് ത്രൂ 1 കർവ്ഡ് സർഫസ് പ്ലസ് 1 വേണ്ട, കർവ്ഡ് സർഫസ് പ്ലസ് ഫ്ലക്സ് ത്രൂ
one flat surface plus flux through other flat surface. 3 സർഫസ് ആയല്ലോ. ഒരു കർവ്ഡ് സർഫസ്, ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ്, വൺ ഫ്ലാറ്റ് സർഫസ്, അതർ ഫ്ലാറ്റ് സർഫസ്. ഇതാണല്ലോ r ദൂരം അകലെയുള്ള ഈ പോയിന്റ്. അതിപ്പോൾ ഈ ഗോസിയൻ സിലിണ്ടറിൻ്റെ ഫ്ലാറ്റ് സർഫസിലാവുന്നത്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അത് E ആയിരിക്കും, പ്ലസ് ചാർജ് ആയതുകൊണ്ട് അങ്ങോട്ടായിരിക്കും. ഈ ഡി എസ് എന്ന് പറയുന്ന ഏരിയയും അങ്ങോട്ടാണ്. ഈ ഫുൾ ഏരിയ ഡി എസ് ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അതിൻ്റെ അളവും E തന്നെ ആയിരിക്കും. കാരണം ഈ പറയുന്ന ഷീറ്റിൽ നിന്ന് r ദൂരം അകലെയുള്ള ഒരു പോയിന്റ് അവിടെയുള്ള ഇൻറ്റൻസിറ്റിയും അതേ r ദൂരം അകലെയുള്ള ഇവിടെയുള്ള ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. കാരണം പോസിറ്റീവ് ചാർജിൽ നിന്ന് അകലേക്കാണ്. ഇവിടെ ഈ ഡി എസും ഇങ്ങോട്ട് തന്നെ ആണല്ലോ. ഇനി ഇതിൻ്റെ കർവ്ഡ് സർഫസിലെടുത്താൽ, കർവ്ഡ് സർഫസിൽ ഒരു ചെറിയ ഏരിയ എടുത്താൽ ആ ഏരിയയുടെ ഡയറക്ഷൻ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് മുകളിലോട്ടാണ്. പക്ഷേ ഇൻറ്റൻസിറ്റി വരച്ചാൽ ഇങ്ങോട്ടാണ്. ഈ കർവ്ഡ് സർഫസിൽ ഉടനീളം ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ത്രൂ ദ കർവ്ഡ് സർഫസ് 0 ആയിരിക്കും. കാരണം ഇ ഡോട്ട് ഡി എസ് ഈ കർവ്ഡ് സർഫസിൽ എവിടെ എടുത്താലും ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് ഫ്ലക്സ് 0 ആണ്. ഇനി പ്ലസ് ഫ്ലക്സ് ത്രൂ ദിസ് ഫ്ലാറ്റ് സർഫസ്, ഇവിടെ ഇ ഡോട്ട് ഡി എസ്, ഇ അങ്ങോട്ട് ഡി എസ് അങ്ങോട്ട്, ഇ ഡോട്ട് ഡി എസ്, ഇ ഡി എസ് കോസ് 0, ഇ ഡി എസ് കോസ് 0 ഈസ് ഇ ഡി എസ് പ്ലസ് ഫ്ലക്സ് ടു ദ അതർ ഫ്ലാറ്റ് സർഫസ്, ഇ ഇങ്ങോട്ട് ഡി എസ് ഇങ്ങോട്ട്, ഇ ഡി എസും തമ്മിലുള്ള ആംഗിൾ 0, ഇ ഡോട്ട് ഡി എസ് ആണ് ഫ്ലക്സ്, ഇ ഡി എസ് കോസ് 0 1 ആണ്. ചുരുക്കത്തിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2 ഇ ഡി എസ് എന്ന് കിട്ടി. ഇ ഡി എസ് പ്ലസ് ഇ ഡി എസ് 2 ഇ ഡി എസ്. ഇനി നമുക്ക് ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഗോസ് തിയറം പറയുന്നത് എന്തുവാ? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കും. ടോട്ടൽ ഫ്ലക്സ് എത്ര നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? 2EDS. 3 സർഫസും കൂടെ ഫ്ലക്സ് കണ്ടത്. അപ്പോൾ 2EDS ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എത്ര? സിഗ്മ ഡി എസ്. അപ്പോൾ ഈ പറയുന്ന ഡി എസും ഡി എസും കട്ട് ചെയ്ത് പോവും. അപ്പോൾ E ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഈ 2 താഴ്ത്ത് വന്നാൽ സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എന്ന് കിട്ടും. അതായത് ഈ പറയുന്ന ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് എന്തില്ല? ആറില്ല, സ്മോൾ ആർ ഇല്ല. എത്ര ദൂരം അകലെയായാലും ഇൻറ്റൻസിറ്റി സിഗ്മ ബൈ 2ε0 തന്നെയാണ്. ഇതാണ് ആവർത്തിച്ച് കേട്ടു നോക്കുക. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ചാപ്റ്ററിലെ എല്ലാ ഡെറിവേഷൻസും കഴിഞ്ഞിട്ടുണ്ട്.